ഹായ്, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, അത് മറന്നുപോയി. ഇന്നലെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ഓർമ്മയില്ല. നമ്മുടെ എല്ലാ ബിസിനസ്സും എവിടെയാണ് റൺ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലല്ല, ഫോണിലുമല്ല, നമ്മുടെ തലച്ചോറിലാണ്. ഐഡിയ, പ്ലാനിങ്, ഡിസിഷൻ, ഫോളോ അപ്പ് എല്ലാം അവിടെ തന്നെയാണ് നടക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ഓഫീസിന് മെമ്മറി വളരെ ഷോർട്ടാണ്. ഒരു കാര്യം തോന്നും, 2 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു കാര്യം തോന്നും. അപ്പോൾ ആദ്യത്തെ ആ ചിന്ത അത് എവിടെ പോയിട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നെല്ലാം തീർക്കണം. അപ്പോഴേക്കും ഭാര്യ പറയും തിരിച്ചു വരുമ്പോൾ ഉള്ളി വാങ്ങണം. പിന്നെ ആയിരിക്കും ഒരു കസ്റ്റമർ വിളിക്കുന്നത്, പിന്നെ ഒരു സപ്ലയർ വിളിക്കും, കൊറിയർ ബോയ് വിളിക്കും. എന്നിട്ട് സാർ നിങ്ങൾ ആ സാധനം വന്നിട്ടുണ്ടെന്ന് പറയും. ആമസോൺ നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴാണ് കുട്ടി പറയുക അപ്പോൾ നാളെ ഫാൻസി ഡ്രസ്സാണ്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ കിച്ചണിലോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് നിൽക്കും. എന്നിട്ട് ഞാൻ എന്തിനാണ് വന്നതെന്ന് ആലോചിക്കും. ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയുകയാണ്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ദ ക്ലബ്. ഇവിടെ മെമ്പർഷിപ്പ് ഫ്രീ ഇല്ല. ബിസിനസ് ചെയ്യുന്നവരുടെ ബ്രെയിൻ എപ്പോഴും ബഫറിംഗ് ആണ്. കാർ ഓടിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, അയ്യോ ആ കസ്റ്റമറിനെ നാളെ വിളിക്കണം. പാർക്കിംഗ് എത്തുമ്പോഴേക്കും അതും പോയി. ആ കസ്റ്റമർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും, സോറി ബ്രോ. രാത്രി 2 മണിക്ക് ഒരു അടിപൊളി ബിസിനസ് ഐഡിയ കിട്ടും. അപ്പോൾ തോന്നും ഇത് ലോകം മാറ്റിമറിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കും. നാളെ എലോൺ മസ്ക് എന്നെ വിളിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മയുള്ളത് ഒറ്റ കാര്യം മാത്രം, ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ അത് എന്ത് ഐഡിയ ആയിരുന്നു എന്ന് മാത്രം ഓർമ്മയില്ല. എലോണും വിളിക്കില്ല, ജെഫ് ബെസോസും വിളിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പറയും ഗൂഗിൾ കലണ്ടർ ഉണ്ടല്ലോ, ഗൂഗിൾ കീപ്പ് ഉണ്ട്, ആപ്പിൾ റിമൈൻഡേഴ്സ് ഉണ്ട്, ടു ഡൂയിസ്റ്റ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ടു ഡൂ ഉണ്ട്, നോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മൾ എത്ര പേർ ഇതൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നു? ഞാൻ ഉപയോഗിക്കാറില്ല. ഫോണിൽ 7-8 ടു ഡു ആപ്സ് ഉണ്ട്, പക്ഷേ അതിലൊരു ടാസ്ക് പോലും ഉണ്ടാവില്ല. കാരണം റിമൈൻഡർ ഉണ്ടാക്കാൻ പോലും ഒരു പ്രൊജക്റ്റ് വേണം. ആപ്പ് തുറക്കണം, ന്യൂ റിമൈൻഡർ, ടൈറ്റിൽ, ഡേറ്റ്, ടൈം, റിപ്പീറ്റ്, നോട്ടിഫിക്കേഷൻ, സേവ്, ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായിരുന്നു എഴുതാൻ വന്നതെന്ന് മറന്നു പോകും. റിമൈൻഡർ ആപ്പിന് റിമൈൻഡർ ചെയ്യാൻ വേറൊരു റിമൈൻഡർ വേണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എങ്ങനെ ഇത് എളുപ്പമാക്കാം? അങ്ങനെ ഞാനിത് ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കി, AI ബിസിനസ് അസിസ്റ്റൻറ്റ്. ഇത് ടെലിഗ്രാം പ്ലസ് AI പ്ലസ് N8N ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മാർട്ട് വർക്ക് ഫ്ലോ ആണ്. എന്തുകൊണ്ട് ടെലിഗ്രാം? വാട്സപ്പ് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? കാരണം വാട്സപ്പ് തുറന്നാൽ ഫാമിലി ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, കസ്റ്റമർ ചാറ്റ്സ്, ഗുഡ് മോർണിംഗ് വാട്ടർഫാൾസ്, ഫോർവേഡഡ് വീഡിയോസ്. ഇത് നിർബന്ധമായും 10 പേർക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ 2015 മുതൽ. അതിനിടയിൽ നമ്മുടെ റിമൈൻഡർ വീഡിയോ കാണാതാവും. ഉള്ളി വാങ്ങണം എന്ന മെസ്സേജ് ഗുഡ് മോർണിംഗ് ആ വാട്ടർഫാളിൻ്റെ അടിയിൽ പെർമനൻ്റായി അങ്ങനെ ഒലിച്ച് പോയിട്ടുണ്ടാവും. ടെലിഗ്രാമിൽ ഒരു ചാറ്റ് മാത്രം, എൻ്റെ സ്വന്തം AI അസിസ്റ്റൻറ്റ്. ആരും ഫോർവേഡ് ചെയ്യില്ല, ആരും ഗുഡ് മോർണിംഗ് പറയില്ല, വർക്ക് മാത്രം. ഇനി നോക്കൂ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഞാൻ കാർ ഓടിച്ച് കോഴിക്കോട് പോവുകയാണ്. പെട്ടെന്ന് ഓർമ്മ വന്നു ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യണം. 7-ാം തീയതി. ടെലിഗ്രാം തുറക്കുന്നു, മെസ്സേജ് അയക്കുന്നു, സെൻഡ്. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ടു ബി ഡൺ ഓൺ 7th. 2 സെക്കൻഡിനുള്ളിൽ ബോട്ട് റിപ്ലൈ ചെയ്യുന്നു, ടാസ്ക് സേവ്ഡ്. ഡേറ്റും കാറ്റഗറിയും എല്ലാം AI സ്വയം മനസ്സിലാക്കി വെച്ചു. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് നോക്കൂ, ടാസ്ക് അവിടെ എത്തിയിരിക്കുന്നു. ഡേറ്റ്, കാറ്റഗറി, സ്റ്റാറ്റസ് എല്ലാം ഓട്ടോമാറ്റിക്. അയാൻ്റെ കുട്ടിയുടെ വെഹിക്കിൾ പേയ്മെൻറ്റ് ഓർമ്മ വന്നു, സ്കൂൾ ബസ്സിൻ്റെ. ടെലിഗ്രാം, അയാൻ വെഹിക്കിൾ പേയ്മെൻറ്റ് ഡൺ. മറക്കില്ല, ഇനി അയാൻ എന്നെ വഴക്ക് പറയില്ല. അതുപോലെ ഇൻവെൻ്ററി നോക്കുന്നു, അപ്പോൾ 300 വാൾ ക്രീപ്പർ പ്ലാൻസ് വേണം. ടെലിഗ്രാം, ഓർഡർ 300 വാൾ ക്രീപ്പർ ഡൺ. കസ്റ്റമർ പറഞ്ഞു സൈക്കിൾ റിപ്പയറിന് ഒരു ബുക്കിംഗ് ചാറ്റ് ബോട്ട് വേണം. ടെലിഗ്രാം, ചാറ്റ് ബോട്ട് ഫോർ സൈക്കിൾ റിപ്പയർ ബുക്കിംഗ്. ക്രിയേറ്റ് എ വർക്ക് ഫ്ലോ ഫോർ സൈക്കിൾ റിപ്പയറിംഗ് ഡൺ. ആ ഐഡിയ രാത്രി 2 മണിക്ക് വരുന്ന ഐഡിയ പോലെ പോയില്ല, ഇത്തവണ സേവായി. മാർക്കറ്റിൽ നിൽക്കുകയാണ് ചൈന ഗ്രാസ്, നേന്ത്രപ്പഴം, മിൽക്ക് മെയ്ഡ്, ഓണിയൻ, ക്യാപ്സിക്കം, ഇങ്ങനെ എല്ലാം ഒരു 5 എണ്ണം ഒരുമിച്ച് പറയാൻ ഭാര്യയോട് വേറൊരു കോൾ വേണ്ട, ഒറ്റ വോയിസ് മെസ്സേജ്. ചൈന ഗ്രാസ്, നേന്ത്ര, മിൽക്ക് മെയ്ഡ്, ഓണിയൻ, ക്യാപ്സിക്കം ഇതെല്ലാം AI ഒരു ടാസ്ക്കായി സേവ് ചെയ്തു. എറൻഡ് എന്ന കാറ്റഗറിയും സ്വയം ഇട്ടു. ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് ഓർമ്മ വന്നു. ടെലിഗ്രാം, വിംസ് ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് ഡൺ. ഉപ്പാനെ കാണാൻ പോകണം എന്ന് തോന്നി ഒരു ദിവസം, അത് ഞാൻ ടെലിഗ്രാമിൽ ടൈപ്പ് ചെയ്തു, വിസിറ്റ് ഫാദർ. കാരണം ചില ടാസ്കിൽ ബിസിനസ് അല്ല, ലൈഫാണ്. അതും ബോട്ട് മറക്കില്ല. യൂട്യൂബ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല വീഡിയോ കിട്ടി. മുമ്പായിരുന്നെങ്കിൽ ഇത് ഞാൻ ഓർക്കും എന്ന് പറഞ്ഞ് അത് മറക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഐഡിയ തന്നെയാണ് നിങ്ങൾ കാണുന്ന ഈ വീഡിയോ. ഇതിൽ വോയിസ് മെസ്സേജ് പോലും അയക്കാം, ടൈപ്പിംഗ് വേണ്ട, സംസാരിച്ചാൽ മതി. AI ടെക്സ്റ്റ് ആക്കും, ഗൂഗിൾ ഷീറ്റിൽ സേവ് ചെയ്യും. കാർ ഓടിക്കുമ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ വോയിസ്. ഹേയ് സ്പൈഡർമാൻ മൂവി കാണണം കുട്ടികളുടെ കൂടെ എന്ന് പറഞ്ഞാൽ മതി, അത് പേഴ്സണൽ കാറ്റഗറിയിൽ സേവ് ആയിക്കോളും. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗം, രാവിലെ 8 മണിക്ക് ബോർഡ് ഒരു മെസ്സേജ് അയക്കും, ടുഡേസ് ടാസ്ക്, ക്രെഡിറ്റ് കാർഡ് പേ ചെയ്യുക, സപ്ലയറിനെ വിളിക്കുക, മിൽക്ക് മണി, അതായത് പാലിൻ്റെ പൈസ 1860 രൂപ കൊടുക്കുക, ഉള്ളി വാങ്ങുക,
വൈകുന്നേരം 6 മണിക്ക് വീണ്ടും മെസ്സേജ്, ബാക്കിയുള്ള ടാസ്ക് മാത്രം. ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് തല വഹിക്കേണ്ട ആവശ്യമില്ല. തല ഇപ്പോൾ വേറെ യൂസ്ഫുൾ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, ഒന്നും ചെയ്യാതിരിക്കാൻ. ഇനി ഞാൻ മറന്നാലും ബോട്ട് മറക്കില്ല. എൻ്റെ മക്കളും ഇത് പഠിച്ചിട്ടുണ്ട്. അവരും ഇതുപോലെ നേരെ ബോട്ട് മെസ്സേജാണ് ചെയ്യുന്നത്. ഫുട്ബോൾ ഷൂസ്, സ്കൂൾ പ്രൊജക്റ്റ്, PTA മീറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ശരിക്കും ഓട്ടോമേഷൻ ആണോ അതോ വേറൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണോ? ഇത് ശരിക്കും ഓട്ടോമേഷനാണ്. കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന N8N വർക്ക് ഫ്ലോ. കാണുമ്പോൾ വലിയ വർക്ക് ഫ്ലോ പോലെ തോന്നും, പക്ഷേ ഓരോ നോഡിനും ഓരോ ചെറിയ ജോലിയേ ഉള്ളൂ. ആരും പേടിക്കേണ്ട. ഇതാണ് ടെലിഗ്രാം ട്രിഗർ. ഞാൻ മെസ്സേജ് അയച്ചാൽ വർക്ക് ഫ്ലോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ഇപ്പോഴുള്ള പെൻഡിങ് ടാസ്ക് വായിക്കും, AIക്ക് കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി. വോയിസ് മെസ്സേജ് ആണെങ്കിൽ ഓഡിയോ ഡൗൺലോഡ് ചെയ്യും. ജെമിനി അത് ടെക്സ്റ്റ് ആക്കും. ടൈപ്പിംഗ് ചെയ്താലും സംസാരിച്ചാലും വർക്ക് ഫ്ലോന് രണ്ടും ഒരുപോലെയാണ്. ഇതാണ് വർക്ക് ഫ്ലോയുടെ തലച്ചോറ്, AI ഏജൻറ്റ്. ഞാൻ അയച്ച മെസ്സേജ് വായിച്ച് ഇത് പുതിയ ടാസ്ക് ആണോ കംപ്ലീറ്റഡ് ടാസ്ക് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ AI ഏജൻറ്റാണ്. ഞാൻ പ്രത്യേക ഫോർമാറ്റൊന്നും ഉപയോഗിക്കേണ്ട, സാധാരണ സംസാരിച്ചാൽ മതി. അനിയൻ വാങ്ങണം എന്ന് പറഞ്ഞാൽ ടാസ്ക്, കാറ്റഗറി, എറണ്ട് ഇതൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യും. പുതിയ ടാസ്ക് ആണെങ്കിൽ പുതിയ റോ, ഡൺ ആണെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ്. പിന്നെ ടെലിഗ്രാം കൺഫർമേഷൻ, ടാസ്ക് സേവ്ഡ് അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റഡ്. സോ വർക്ക് ഫ്ലോ രാവിലെ 8 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഓട്ടോമാറ്റിക്കായി റൺ ചെയ്യും. ഗൂഗിൾ ഷീറ്റ് പരിശോധിക്കും, പെൻഡിങ് ടാസ്ക് മാത്രം എടുക്കും, വായിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യും, എന്നിട്ട് ടെലിഗ്രാമിലേക്ക് അയക്കും. അത്രമാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇതെനിക്ക് ടാസ്ക് ഓർമ്മിപ്പിക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ സമയം കളയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ സമയം കിട്ടുന്നു. ഇതാണ് AIയുടെ യഥാർത്ഥ ഉപയോഗം. വലിയ ടെക്നോളജി കാണിക്കാനല്ല, നമ്മുടെ ജീവിതം കുറച്ച് എളുപ്പമാക്കാൻ, ഒരു ചെറിയ അപ്ഗ്രേഡ് കൊടുക്കാൻ. ഈ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള AI ഓട്ടോമേഷൻ വർക്ക് ഫ്ലോസ്, N8N ട്യൂട്ടോറിയൽസ്, ബിസിനസ് ഓട്ടോമേഷൻ ഐഡിയാസ്, വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ്സ് എന്നിവയ്ക്കായി wayanadinfo.com സന്ദർശിക്കുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ മറന്നിട്ടില്ലെങ്കിൽ മറക്കില്ല, ബോട്ട് ഓർമ്മിപ്പിക്കും.